ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്കറിയാം നമ്മുടെ 6ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മിസ് നേരത്തെ ഒരു കോണ്ടന്റ് പോയിട്ടുണ്ടായിരുന്നു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്. നമുക്കറിയാം ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന നിലയിൽ ലാൻഡ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ലാൻഡ്, ഭൂമി, അത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ ആണ് ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ലാൻഡ്? ലാൻഡ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണോ? യെസ് ആണ്. ലാൻഡ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് എന്താ ലാൻഡ് വേണ്ടേ? അവിടെയല്ലേ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ ലാൻഡ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഇംപ്ലൈഡ് ഇൻ ദ ടേം ലാൻഡ്. നമ്മളൊരു പ്രൊഡക്ഷൻ, ഒരു സാധനത്തിന്റെ ഉൽപാദനം ഉണ്ടാക്കുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ്, ഒരു പ്രൊഡക്ഷന്റെ സമയത്ത്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതിദത്ത വിഭവങ്ങളെ നമുക്ക് ലാൻഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ലാൻഡ് എന്താണ്? റിസോഴ്സസ് ഓൺ എർത്ത് ആർ റിഗാർഡഡ് ആസ് ലാൻഡ്. ഓക്കെ, എന്താ പറഞ്ഞത്? എല്ലാ പ്രകൃതി വിഭവങ്ങളും നമുക്ക് എന്താണ് ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? യെസ്, റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണ് കേട്ടോ. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് അത് റെന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്, ഈ നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളാണ് ലാൻഡിൽ പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ് ലാൻഡിൽ ഉൾപ്പെടുന്നതെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിദത്ത വിഭവങ്ങൾ ഏതൊക്കെയാ മിസ്സേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിൽ വരുന്നതാണ് സോയിൽ വരും, മണ്ണ് വരും. നമ്മളിപ്പോ ഒരു സാധനം ഉണ്ടാക്കുന്നിട്ട് നമുക്ക് അവിടെ മണ്ണ് വേണം, നല്ല വായു, ശുദ്ധമായ വായു ശ്വസിക്കാൻ വേണം, അവിടെ വെള്ളം വേണം, വനങ്ങൾ വേണം, വായു, കൽക്കരി, ഇതൊക്കെ എന്താ ഈ നാച്ചുറൽ റിസോഴ്സസ്. നമുക്കൊരു പ്രൊഡക്ഷൻ, നമുക്കൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ് വേണോ അതൊക്കെ എന്താ ലാൻഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ലാൻഡിനെ ചോദിക്കാൻ ചാൻസ് ആണ്. വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ലാൻഡ് ആസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന നിലയിൽ ഇതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉൾപ്പെടുന്നത്? അപ്പൊ നിങ്ങൾ എന്താ സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ ആൻഡ് എന്തൊക്കെ കൽക്കരി ഒക്കെ എഴുതി വെക്കണം. ഓക്കെ, ദെൻ വന്നിട്ട് മക്കളെ, നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വജ്ര ബാച്ചിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്താ മിസ്സേ, നിങ്ങൾ എന്താണ് ഈ വജ്ര ബാച്ചിൽ എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ ചോദിക്കും. മക്കളെ, വജ്ര ബാച്ചിൽ പ്രത്യേകതകളേ ഉള്ളൂ. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഓരോ യൂണിറ്റ് കഴിയുന്നവരും നിങ്ങൾക്ക് എന്തല്ല അതിൽ എക്സാംസ് ഉണ്ടാവും. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് എന്താണ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്താ, നമ്മൾ ഓരോ ചാപ്റ്ററും എന്താണ് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് നല്ലോണം വിശദീകരിച്ചിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്ററും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ എന്താണ് നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വെറും നിസ്സാരമായ പൈസ മാത്രമേ ഉള്ളൂ, 1999 മാത്രം. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു നമ്പറിലേക്ക്, വജ്ര ബാച്ചിന്റെ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ എന്താണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ഫൈസൽ സാറ് ലൈവിൽ വരുന്നതാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ലൈവായിട്ട് ഇന്ന് കൃത്യമേരയ്ക്ക് ഫൈസൽ സാറ് 6ാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ മക്കളും ലൈവിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ.